ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ചോറിൻ്റെയും കഞ്ഞിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഉള്ളിത്തീയലാണ്. ചുമന്നുള്ളിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. വെൽക്കം ബാക്ക് ടു റീനാസ് ടേസ്റ്റ് റെസിപ്പീസ്. ആദ്യമേ തന്നെ 1 കപ്പ് ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് 2 3 മുറിക്കുക. ഒത്തിരിയേറെ ഔഷധ ഗുണമുള്ളതാണ് ചുമന്നുള്ളി. അതുകൊണ്ട് തന്നെ ഉള്ളിത്തീയൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഡൈജഷനും ആൻറ്റി ഓക്സിഡൻ്റൊക്കെ ഒത്തിരി അടങ്ങിയതാണ്. ഞാനിവിടെ 1 കപ്പ് ഉള്ളി ഇപ്പോൾ 2 3 മുറിച്ചിട്ടുണ്ട്. അടുത്തതായി 2 പച്ചമുളക് ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഒരു 10 വെളുത്തുള്ളി അല്ലി ചെറുതായി ചോപ്പ് ചെയ്തെടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം അതുപോലെ തന്നെ ഔഷധ ഗുണമുള്ളതാണ്. ഇനി 1 കഷ്ണം ചെറിയ ഇഞ്ചി ചെറുതായി കൊത്തി അരിയുക. ഒപ്പം തന്നെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളംപുളി ചൂടുവെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക. ഒരു 3/4 കപ്പ് തേങ്ങ ചിരണ്ടിയത്. ആദ്യമേ തന്നെ അത് ചിരണ്ടിയ തേങ്ങ യൂണിഫോം ആയിരിക്കില്ല. മിക്സിയുടെ പൾസ് മൂടിലിട്ട് ഒന്ന് പതുക്കെ അടിച്ചെടുത്താൽ ഒരേപോലെ കിട്ടും. അപ്പോൾ അത് വറുത്ത് മുരിഞ്ഞ് വരുമ്പോൾ ഒരേ വേവും ഒരേ കളറായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ പകുതി വെളുത്തും പകുതി ബ്രൗൺ നിറമായിട്ടിരിക്കും. ഇപ്പോൾ ഞാനത് പെട്ടെന്ന് വറുത്ത് എടുക്കുന്നുണ്ട്. ഏകദേശം മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഡാർക്ക് ബ്രൗൺ നിറമായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇടുക. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് മല്ലി വറുത്തത് ഉണ്ടെങ്കിൽ മാത്രം ഇടുക. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് ഉടൻ തന്നെ വേറൊരു പാത്രത്തിൽ പകർത്തി വയ്ക്കുക. ചൂടാറി കഴിയുമ്പോൾ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ആദ്യം വെള്ളം ചേർക്കാതെ അരച്ച് പിന്നെ വെള്ളം ചേർത്ത് അരച്ചാൽ നന്നായി പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് മൊരിയിക്കുക. 30 സെക്കൻഡ് കഴിയുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് മൊരിയിക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ചുമന്നുള്ളി ഇട്ട് ഒരു 2 മിനിറ്റ് വഴറ്റുക. 2 മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ തന്നെ അതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ കൂട്ടിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം, 250 ml ഞാൻ കണക്ക് പറയുന്നത്, അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ കഷ്ടി മുങ്ങി കിടക്കും. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. എപ്പോഴും മീഡിയം ഫ്ലെയിം മാത്രമേ ഉപയോഗിക്കാവൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആ സമയത്ത് കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് അരച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ ആ പേസ്റ്റ് ഇതിലേക്ക് തേങ്ങ വറുത്തരച്ചത് ഒഴിക്കുക. കൂടെ തന്നെ വാളംപുളി കുതിർന്നത് അരിച്ചെടുത്ത് അത് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു മേമ്പൊടി എന്നോണം ഇതിലേക്ക് 1 പിഞ്ച് കായപ്പൊടി, 1 പിഞ്ച് ഉലുവപ്പൊടി, 1 പിഞ്ച് കടുക് പൊടി ഉണ്ടെങ്കിൽ അതും ഇട്ട്, ഉപ്പ് പോരായുകയാണെങ്കിൽ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കൂടെ തന്നെ നമുക്ക് ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് 1 മിനിറ്റ് കൂടി ഇളക്കി അടച്ചു വയ്ക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിട്ട് കടുക് പൊട്ടിച്ച് ചുമന്നുള്ളി, കറിവേപ്പില, മുഴുവൻ ഇട്ട് താളിക്കുക. ഒന്നും കൂടി ഭംഗി കിട്ടണമെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് അതിൻ്റെ മേലെ ഒഴിച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി തീയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.